സെൻകുമാർ സാർ, ഈ സംവാദത്തിൽ പൊതുവിൽ ഉയർന്നു വന്ന ഒരു വികാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അത് പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നമ്മളത് അനുകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട്. ഇവർക്ക് അവരുടെ ഈ വീഡിയോ ഗെയിമുകൾ കളിക്കാൻ പോലും ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അത് കൃത്യമായ നിയന്ത്രണമാണ്. പാരൻ്റൽ കൺട്രോൾ ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇവിടെ ഇല്ലാതെ പോകുന്നത് അതാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഈ ആക്ട് ഭേദഗതി ചെയ്യേണ്ട സമയം കൂടി അതിക്രമിച്ചിരിക്കുകയല്ലേ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഈ 2020-21 വർഷത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡീറ്റെയിൽഡായിട്ടൊരു സർവേ നടത്തിയിരുന്നു, ഒരു പഠനം. ആ പഠനത്തിൽ കണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് 70% പേരും ഈ ഡ്രഗ് കൺസംഷൻ തുടങ്ങുന്നത് 10-നും 15-നും ഇടയ്ക്ക് വയസ്സിനിടയ്ക്കാണ്. 20% പേര് 15-നും 19-നും ഇടയ്ക്ക് വയസ്സിനാണ്. 9% പേര് 5 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കാണ്. 1% പേര് 19 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഈ ഡാറ്റ നോക്കിയാൽ അറിയാം. അതായത് ഡ്രഗ് കൺസംഷൻ വരുന്ന അതിലേക്ക് ഒരാൾ ആകർഷിക്കപ്പെടുന്നത് ആക്ച്വലി ഈ ബിലോ 18 ഏജിലാണ് പ്രധാനമായിട്ട് വരുന്നത്. എബോവ് 18-ൽ വരുന്നത് 1% മാത്രമാണ്. 99%ഉം ബിലോ 18-ലാണ്. അപ്പം നമ്മുടെ ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബിലോ 18-കാരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് പല ഫൈൻഡിങ്സ് അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൗതുകകരമായിട്ടൊരു ഫൈൻഡിങ്, എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ് തോന്നിയത് അതാണ്. അവരുടെ തന്നെ മറ്റൊരു ഫൈൻഡിങ് ഉണ്ട്. ശതമാനം 30.78% ആൾക്കാർ ഇതിൽ കേസിലൊക്കെ പിടിക്കപ്പെട്ടവരും ഡ്രഗിന് അഡിക്ഷനായിട്ട് വന്നവരും അവർ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാണ്. 58.83% പേരും ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാകാനായിട്ടൊരു മനസ്ഥിതി കാണിക്കുന്നില്ലായിരുന്നു. ഇതുപോലെ എല്ലാവരും പറയുന്നത് 58.16% റെസ്പോണ്ടൻറ്റും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് എൻഫോഴ്സ്മെൻറ്റ് മെഷേഴ്സ് വിൽ ഹെൽപ്പ് ടു റെസ്ട്രിക്ട് സെയിൽ ആൻഡ് ട്രാഫിക്കിംഗ് ഓഫ് ഡ്രഗ്സ് ഇൻ സൊസൈറ്റി. ഏതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഡ്രഗിൻ്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തിട്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ അതിനൊരു എക്സെപ്ഷൻ കൊടുക്കണം. അല്ല എല്ലാ കേസിലും അവരെ എടുക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സ്പെഷ്യൽ കേസസ് ലൈക്ക് ഡ്രഗ്സ്, റേപ്പ്, അല്ലെങ്കിൽ സെക്സ്വൽ അസാൾട്ട്, അതല്ലെങ്കിൽ മർഡർ, ഇത്തരം കേസുകളിൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള ബെനിഫിറ്റ് അക്യൂസ്ഡിന് കിട്ടാത്ത വിധത്തിൽ ഒരു നിയമം അമെൻമെൻറ്റ് കൊണ്ടുവരണം. അത് വളരെ ആവശ്യമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡ്രഗ്സിൻ്റെ കാര്യം നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഡ്രഗ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ്. പുറത്തുനിന്ന് ഹീറോയിനൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ MDMA ഒക്കെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ബാംഗ്ലൂരൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അത് സിന്തറ്റിക്കലി മാനുഫാക്ചർഡ് ഡ്രഗാണ്. ചെറിയൊരു ലബോറട്ടറിയിൽ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ MDMA വന്നേ പിന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ ഇത്രയധികം രൂക്ഷമായിരിക്കുന്നത്. ഇത്രയധികം ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത് MDMA വന്നതിന് ശേഷം മാത്രമാണ്. MDMAക്ക് മുമ്പ് ഡ്രഗിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇത്ര അതിരൂക്ഷമായിട്ട് സ്കൂളുകളെയും കോളേജുകളെയും യുവാക്കളെയും ഇതത് ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴത് ബാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ സിന്തറ്റിക് ഡ്രഗ് ഇത് സിന്തറ്റിക്കായിട്ട് ഇന്ത്യയിൽ തന്നെ പല സെൻറ്റേഴ്സിലും മാനുഫാക്ചർ ചെയ്യുന്നു, അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇത് വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ, വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. അപ്പോൾ ഇതിൻ്റെ 0.5 ഗ്രാമാണ് ആക്ച്വലി ഇതിലൊരു നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നത്. 10 ഗ്രാമിലെത്തിയാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയി. അപ്പോൾ അങ്ങനെ ഉള്ള ക്വാണ്ടിറ്റീസിലൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2020-21 ഏകദേശം 6 കിലോയിലധികമാണ്, 7 കിലോയിലോളം
MDMA ആണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം പിടിച്ചത്. ഇതുകൂടാതെ പോലീസും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻഫോഴ്സ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതോടൊപ്പം ഈ പറയുന്ന പോലെ എല്ലാവർക്കും എല്ലാ സ്കൂളുകളിലും ഇപ്പം സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ഉണ്ടായിരുന്നപ്പോൾ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. ആ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് സിസ്റ്റമൊക്കെ കുറേ കൂടി എഫക്റ്റീവായിട്ട് എല്ലായിടത്തും പ്രവർത്തിക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ ഇത് മാത്രമല്ല പല വയലൻസും ഇല്ലാതാകും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം അവർക്ക് കിട്ടേണ്ടത് ഏകദേശം 12 crore rupees ആയിരുന്നു. അതിന് 5 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ. ഗവൺമെൻറ് പ്രയോറിറ്റി നോക്കണം. ഗവൺമെൻറ്റിന് ഈ 6-7 കോടി രൂപ ലാഭിക്കാനായിട്ട് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിനെ ബാധിക്കണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോക മലയാള സമ്മേളനത്തിൽ പൈസ കുറയ്ക്കണോ? അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പോലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം വ്യാപിപ്പിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. നിയമങ്ങളിൽ മാറ്റം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം ഇപ്പോൾ ഉള്ള നിയമങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനും കോവിഡിനെ നേരിട്ട പോലെ കോവിഡിന് നമ്മുടെ സമൂഹം എങ്ങനെ നേരിട്ടോ ആ രീതിയിൽ എല്ലാവരും ചേർന്ന് ഇതിനെ ഒരു സമൂഹ മരണം വിപത്തായി കണ്ട് ആ രീതിയിൽ നേരിടണം. മാത്രമല്ല രക്ഷകർത്താക്കൾ കുട്ടികളെ വളർത്തുന്ന രീതി ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തൊട്ടടുത്ത ഒരു കുട്ടി പഠിക്കുന്ന കാര്യത്തെ തൊട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഒരു പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ആകുന്നില്ല. നമ്മളെ കുട്ടികളെല്ലാം വളരെ ഓമനിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും അതേപടി സമ്മതിച്ച് അവരെ ഒരിക്കലും അവർ പറയുന്നതിനൊന്നും എതിര് പറയാതെ ആ രീതിയിൽ തന്നെ വളർത്തി 1-2 കുട്ടികൾ മാത്രമായിട്ട് അങ്ങനെ വളർന്നു വന്ന് അവസാനം കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു ഭാഗത്ത് അവർക്ക് യാതൊരു പ്രഷറും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. മറ്റൊരു സ്ഥലത്ത് അവർ താന്തോന്നികളായിട്ട് മാറുന്നു. നല്ലൊരു ഭാഗത്തും അങ്ങനെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ ഈ ചൈൽഡ് റിയറിങ് എങ്ങനെയാണെന്നുള്ളത് തന്നെ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ടോട്ടൽ എല്ലാം കൂടി കവരുന്ന ഒരു ഇതാണ്. ഇപ്പം ജൂൺ 26 ആൻറ്റി ഡ്രഗ്സ് ഡേ ആണ്. എല്ലാ ദിവസവും ജൂൺ 26 ആയിട്ട് ആചരിക്കണം. ജൂൺ 26 മാത്രം ആൻറ്റി ഡ്രഗ് ഡേ ആയ പോരാ. 365 ദിവസവും ജൂൺ 26 തന്നെയായിട്ട് നമ്മൾ ആചരിച്ചാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിയമങ്ങളിലുണ്ടാകുന്ന മാറ്റം ഉണ്ടാകണം. എഫക്റ്റീവായിട്ട് പോലീസിനും എക്സൈസിനും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ആക്ട് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം ഇതിൽ പെട്ടുപോയ കുട്ടികളെ എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ടുള്ള സോഷ്യൽ ആ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അതുപോലെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഇതെല്ലാം കൂടുതൽ ഉണ്ടാക്കിയിട്ട് നിരവധി കുട്ടികൾ ഡി അഡിക്ഷനിൽ മാറി വന്നത് അറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാധ്യമാകും. അതുപോലെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് വയലൻസിനെയും അതുപോലെ ഡ്രഗിനെയും ചെറുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണത്. അപ്പോൾ അതിനൊക്കെ പൈസ കൊടുക്കുന്നത് ചുരുക്കാതെ അവർക്ക് കൂടുതൽ പൈസ കൊടുത്ത് കൂടുതൽ സ്കൂളുകളിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ആ കൂടുതൽ സ്കൂളുകളിലേക്കും ഇത് പടർത്തി ബാക്കി എല്ലാ സ്കൂളുകളിലും ഒരുപക്ഷെ കഴിയുന്നത്ര എല്ലാ സ്കൂളുകളിലും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇടയിലുള്ള ഡ്രഗിനോടുള്ള ആസക്തിയും വയലൻസിനോടുള്ള ആസക്തിയും മാറ്റിയിട്ട് അവരെല്ലാം പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണം. കോവിഡിനെ ഡീൽ ചെയ്ത രീതിയിൽ സമൂഹം ഒന്നിച്ച് ഒരൊറ്റ ഘട്ടമായിട്ട് നിന്ന് ഇതിനെ ഡീൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമൂഹം വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. അടുത്ത തലമുറ വല്ലാത്ത നാശത്തിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ശ്രീ ഗോകുൽദാസ്, എന്താണ് പോംവഴി, എന്താണ് പരിഹാരം? പെട്ടെന്ന് മറുപടി പറയുക. ഈ സ്റ്റുഡൻറ്റ് പോലീസ് സംവിധാനങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് നല്ല ഊർജ്ജമുള്ള കുട്ടികളുടെ ശരിക്കും ചാനലൈസ് ചെയ്യാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂരിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നൊരു യൂണിറ്റ് ഉണ്ട്. അവർ എല്ലാ ഞായറാഴ്ചകളിലും
ക്യാൻസർ ബാധിച്ച് അതല്ലെങ്കിൽ മാറാരോഗങ്ങൾ ബാധിച്ച് സ്ട്രോക്കൊക്കെ ആയി കിടക്കുന്ന രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. അവരുടെ കൂടെ എല്ലാ ടീമിൻ്റെ കൂടെ ഒരു നേഴ്സ് ഉണ്ടാകും കേട്ടോ. കാരണം അവർക്ക് നേഴ്സിംഗ് കെയറും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നേഴ്സിനെ എല്ലാ വിധത്തിലും അസിസ്റ്റ് ചെയ്യുന്നത് ഈ കുട്ടികളാണ്. കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പേഷ്യൻസിനെ എടുത്തുകൊണ്ട് പോകുന്നു, കുളിപ്പിക്കുന്നു, വസ്ത്രം മാറ്റുന്നു. ചിലർ പേഷ്യൻസിൻ്റെ വസ്ത്രം അലക്കി കൊടുത്തിട്ട് പോലുമുണ്ട്. വീട്ടുകാർക്ക് അതിശയമാണ്. +2 പഠിക്കുന്ന കുട്ടികൾ, +1 പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരു കോളേജിൽ നിന്ന് എല്ലാ ദിവസവും 2 കുട്ടികൾ വീതം വന്ന് ഞങ്ങളുടെ ഇൻപേഷ്യൻ്റ് ക്ലിനിക്കിലും ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിലും ഫിസിയോതെറാപ്പി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം കുട്ടികളെ നിങ്ങൾക്ക് വഴിതെറ്റിക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കഞ്ചാവ് വിൽപ്പനക്കാരൻ പറയുകയാണ്, നീ കഞ്ചാവ് വലിച്ചിട്ട് നാളെ കഥകളി കാണാൻ പോയി നോക്കിയേ, കിരീടം 10 ഇരട്ടി വലിപ്പത്തിൽ കാണാം, അല്ലെങ്കിൽ കൂടുതൽ വർണ്ണങ്ങൾ കാണാം എന്ന് പറഞ്ഞാൽ എനിക്കുറപ്പാണ് ആ കുട്ടികൾ അയാളെ സമീപിക്കുന്ന വ്യക്തിയെ അയാൾ നിഷ്കരുണം അടിച്ചോടിക്കും. ഇതിനൊരു മോറൽ കറേജ് കിട്ടണമെങ്കിൽ ഈ കുട്ടികളെ നല്ല വഴിക്ക് നയിക്കണം. സ്റ്റുഡൻസ് പോലീസ് പോലെ തന്നെ പ്രധാനമാണ് പാലിയേറ്റീവ് കെയർ മൂവ്മെൻറ്റ്. അത്തരത്തിലുള്ള സോഷ്യൽ മൂവ്മെൻറ്റിൽ കുട്ടികളെ വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതാണ് അഭിലഷണീയവും.